എന്ത് പറഞ്ഞിട്ടും കേൾക്കാതെ നടന്ന ആളുകളെ അല്ലാഹു തആല സംബോധന ചെയ്യുന്നത് അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ. വേഗം മനസ്സിലാക്കാനുള്ള അർത്ഥം പറഞ്ഞാൽ റൗഡികളെ മാറി. നിങ്ങൾ വിശ്വാസികളെ കൂട്ടത്തിൽ ചേർന്ന് പതുക്കെ സിറാത്തിലൂടെ അങ്ങ് രക്ഷപ്പെട്ടു പോകാം എന്ന് കരുതി ഇടകലർന്നു നിൽക്കരുത്, വേറിട്ട് നിൽക്കണം. എന്നിട്ട് ദുനിയാവിൽ എന്നെ ആരാധിച്ച് എന്നെ അനുസരിച്ച് ജീവിക്കണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. ആ മാർഗങ്ങളൊന്നും ശ്രവിക്കാതെ ശ്രദ്ധിക്കാതെ ഒരുപാട് ഉത്ബോധനങ്ങളുമായി പ്രവാചകന്മാരും അവരുടെ അനന്തരഗാമികളും നിങ്ങളിലേക്ക് വന്ന് പ്രബോധനം നടത്തിയിട്ടും സ്വീകരിക്കാതെ വീണ്ടും ധിക്കാരത്തിന്റെ ശൈലിയിൽ പ്രവർത്തിച്ച നിങ്ങൾ മാറി നിൽക്കണം. നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലം ജഹന്നമാണ്. ആ ജഹന്നമിലേക്ക് നിങ്ങൾ പോകണം, പ്രവേശിക്കണം എന്ന് പറയുമ്പോ മനുഷ്യൻ അല്ലാഹുവിനോട് തർക്കിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ദുനിയാവിലായിട്ടില്ല എന്ന് തിരുത്താൻ വേണ്ടിയുള്ള ശ്രമം ആരംഭിക്കും. ഞാൻ ദുനിയാവിൽ എന്നെ അനുസരിക്കാതിരുന്നിട്ടൊന്നുമില്ല, വിശ്വസിക്കാതിരുന്നിട്ടൊന്നുമില്ല, ഞാൻ അത്തരത്തിലുള്ള മഹാപാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് വാഗ്വാദത്തിന്റെ ശൈലിയിൽ മനുഷ്യൻ പറയും. ത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പലരും ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, തെറ്റുകുറ്റങ്ങളൊക്കെ നീ ചെയ്തു എന്ന് പറയുന്ന സമയത്ത് അടിമ അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് മനുഷ്യൻ പറയും, യാ റബ്ബി അലം തുജിർനി മിനൽ ദുൽമി, അല്ലാഹുവേ അന്യായമായതൊന്നും എന്റെ മേൽ നീ വെച്ച് കെട്ടില്ലല്ലോ, നീതി മാത്രമല്ലേ നീ വിധിക്കുകയുള്ളൂ. അല്ലാഹു പറയും, അതെ, നീതി മാത്രമേ ഞാൻ വിധിക്കുകയുള്ളൂ. ഈ പറയുന്ന സംഗതികളൊന്നും ദുനിയാവിൽ ഞാൻ ചെയ്തതല്ല. നീ അവിശ്വസിച്ച് നടന്നില്ലേ? വിശ്വസിക്കാനുള്ള ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് കൺമുന്നിൽ കണ്ടിട്ടും നീ വിശ്വസിച്ചില്ല. ആദ്യ രംഗത്തെ വിശ്വസിക്കണമെന്ന് നിനക്ക് തോന്നി, നീ പതുക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പിന്നെ നിന്റെ ഭൗതികമായ ചുറ്റുപാടുകൾ നിന്നെ ഇവിടെ വായിച്ചത് കിറാമൻ കാത്തിബീൻ, മാന്യന്മാരായ എഴുത്തുകാരെന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മലക്കുകളാണത് വായിച്ചത്. ആ നേരം മനുഷ്യൻ പറയും, ആ പറഞ്ഞതൊക്കെ കളവാണ്, ആ രേഖയിൽ നിന്നവർ വായിച്ചത് കള്ളമാണ്. മലക്കുകൾ ചോദിക്കുമല്ല, ഹൽ അമിൽത കദാ ഫീ മകാനി കദാ ഫീ യൗമി കദാ വകദാ, ഡേറ്റ് പറഞ്ഞിട്ട് ചോദിക്കും, ആ ദിവസത്തിൽ ആ സമയത്ത് ഈ പ്രവർത്തനം നീ ചെയ്തില്ലേ മനുഷ്യ? അതൊക്കെ നിങ്ങൾ വെറുതെ പറയുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് അടിമ പറയുന്നു, വെറുതെ പറയുകയാണ്, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഈ സാക്ഷിയൊന്നും എനിക്ക് പോരാ. സാക്ഷിയായിട്ട് അല്ലാഹു മറ്റൊന്ന് കൊണ്ടുവരുന്നു. സമയം ഒരു സാക്ഷിയാണ്, സ്ഥലം മറ്റൊരു സാക്ഷിയാണ്, കൂടെ നിന്നവർ വേറൊരു സാക്ഷിയാണ്. ഇതെല്ലാം കൊണ്ടുവന്നിട്ടും മനുഷ്യൻ അംഗീകരിക്കാതെ, ഷാഹിദീങ്ങളായ മലക്കുകളെ കൊണ്ടുവന്നിട്ടും അംഗീകരിക്കാതെ മനുഷ്യൻ പറയും അവസാനം, ഞാനത് സമ്മതിക്കണമെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എന്റെ ശരീരം പറയണം. അപ്പോഴാണ് അവന്റെ സംസാരത്തിന് വിലക്കേർപ്പെടുത്തപ്പെടുന്നു. എന്ന് അവരുടെ വായകൾക്ക് മേൽ നാം സീല് വെക്കുന്നു. സീല് വെക്കുക എന്നതുകൊണ്ട് ഉദ്ദേശം സംസാരത്തിന് വിലക്കേർപ്പെടുത്തപ്പെടുന്നു. പിന്നെ സംസാരിക്കാനുള്ള അവസരമില്ല. പിന്നെ സംസാരിക്കുന്നതാരാണ്? അവരുടെ കരങ്ങൾ നമ്മോട് സംസാരിക്കുന്നു. അവരുടെ കാലുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ബിമാ കാനൂ യക്സിബൂൻ, അവർ പ്രവർത്തിച്ച പ്രവർത്തികളെ കൊണ്ട് കൈകൾ വിളിച്ചു പറയുന്നു. കൈകൊണ്ട് ചെയ്തതാണെങ്കിൽ കൈ, നാവ് കൊണ്ട് ചെയ്തതാണെങ്കിൽ നാവന്നെ പറയും. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവൊക്കെ നാവിന്റെ വിനകളാണ്. അത് നാവന്നെ പറയണം. അതിനല്ലാഹു നാവിനെ അയച്ചിട്ടു. കാലുകൊണ്ടാ ചെയ്തെങ്കിൽ കാല് പറയും.
അതുകൊണ്ട് ആ മറ്റൊരു സൂറത്തിൽ അല്ലാഹു പറഞ്ഞത് യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സംസാരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തുന്നത് കാലുകൾ മാത്രമല്ല, നാവുകൾ സാക്ഷ്യപ്പെടുത്തും. നാവ് കൊണ്ടുണ്ടായി തീർന്ന വിനകൾ നാവ് തന്നെ പറയണം. ചീത്ത പറയുന്നത് കൈകൊണ്ടല്ലോ, നാവുകൊണ്ടല്ലേ. നാവ് പറയണം. അടിച്ചത് ഏതുകൊണ്ട്? കൈ കൊണ്ടാണ്, അപ്പൊ കൈ പറയണം. ചവിട്ടിയത് കാല് കൊണ്ടാണ്, കാല് പറയണം. അങ്ങനെ കാലും കൈയും നാക്കും ഒക്കെ സാക്ഷ്യപ്പെടുത്തും. എല്ലാ ശരീരത്തിന്റെ ചർമ്മങ്ങൾ വരെ സാക്ഷ്യപ്പെടുത്തും. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. മറ്റൊരു സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു അവരുടെ ചർമ്മങ്ങൾ, തൊലികൾ വരെ സാക്ഷി പറയും. ഇങ്ങനെ സാക്ഷി പറഞ്ഞിട്ട് അല്ലാഹു തആല മനുഷ്യനെ ഫ്രീ ആക്കി വിടും. എന്നോട് ചോദിക്കും, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ പറഞ്ഞില്ലേ നിന്റെ ശരീരത്തിൽ നിന്നൊരു സാക്ഷി വേണം. കൈ സാക്ഷി, കാല് സാക്ഷി, നിന്റെ ചർമ്മങ്ങളൊക്കെ സാക്ഷി. ഇവരൊക്കെ നിനക്ക് സാക്ഷ്യപ്പെടുത്തില്ലേ? ആ സമയത്ത് മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, നമ്മളൊക്കെ ഒന്നല്ലേ, പിന്നെന്തിനാ നമുക്കെതിരെ സാക്ഷി പറഞ്ഞത്? കയ്യിനോട് ചോദിക്കും, എന്തിനാ കയ്യേ, നീ എന്റെ കൂടെയല്ലേ? നിന്നെ ഞാൻ ഒരുപാട് തേച്ച് മിനിച്ച് നന്നാക്കിയിട്ടില്ലേ? നിനക്ക് രോഗം വന്നിട്ട് ഞാൻ എത്ര ചികിത്സിച്ചിട്ടുണ്ട്, എത്ര വേദന സഹിച്ചിട്ടുണ്ട്. കാലിനോട് ചോദിക്കും, കാലേ നീ എന്തിനാ എനിക്കെതിര് പറഞ്ഞത്? ശരീരത്തിന്റെ ചർമ്മങ്ങളോട് ഒക്കെ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് നമുക്കെതിരെ സംസാരിച്ചത്? എന്തിനാണ് ഇങ്ങനെ? നമ്മളൊക്കെ ഒന്നല്ലേ, നരകത്തിൽ പോകുമ്പോ എന്റെ കൂടെ നിങ്ങൾ ഉണ്ടാകൂലേ? പിന്നെന്തിനാണ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ഒപ്പിച്ച് നുണ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ഞാൻ ഏതായാലും എന്റെ നാവ് കൊണ്ട് കഴിവിന്റെ പരമാവധി നുണ പറഞ്ഞു നോക്കി. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്താ പോലെ. നിങ്ങൾ എന്തിനാ വെറുതെ ദുനിയാവിൽ നിങ്ങളൊക്കെ ആ തേച്ച് എനിക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നിങ്ങൾ നമുക്കെതിരായല്ലേ, കൂറുമാറിയല്ലേ എന്ന് മനുഷ്യൻ സ്വന്തം ശരീരത്തോട് ചോദിക്കുന്ന ഒരു നേരമുണ്ട്. ആ സമയത്ത് എന്താ അവയവങ്ങൾ പറയുന്നത്? അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ, എല്ലാറ്റിനും സംസാരത്തിന് കഴിവ് കൊടുത്ത അല്ലാഹു നമ്മളോടും സംവദിക്കാൻ പറഞ്ഞു. പിന്നെ നമുക്കവിടെ രക്ഷയില്ല. കയ്യിനോട് അല്ലാഹു പറഞ്ഞു സംസാരിക്കൂ, കാലിനോടും അല്ലാഹു പറഞ്ഞു സംസാരിക്കൂ. കേൾവിയും കാഴ്ചയും മർമ്മങ്ങളും ഒക്കെയാണ് സംസാരിക്കുന്നത്. എല്ലാം ഓരോന്നും വിളിച്ചു പറയുന്നു. മനുഷ്യന് സമ്മതമായി സ്വന്തത്തിൽ നിന്നൊരു സാക്ഷി വിസ്താരം കിട്ടുന്നത് വരെ മനുഷ്യൻ തർക്കിച്ചുകൊണ്ടിരിക്കും. ആ തർക്കം ആലോചിച്ചിട്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത്. എല്ലാം അറിയാവുന്ന റബ്ബിന്റെ മുന്നിൽ വെച്ച് ഒരേ മനുഷ്യന്റെ ഒരു മത്സരം നോക്കി രക്ഷപ്പെടാൻ ഒരു പഴുത്. എങ്ങനെങ്കിലൊക്കെ രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ അതിനുവേണ്ടി മനുഷ്യൻ ശ്രമിക്കുന്ന ഒരു ലോകമാണ്. അവിടെയാണ് അല്ലാഹു സംസാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ട് നാവ് അയച്ചു വിട്ടാൽ ദുനിയാവിൽ നിന്ന് നുണ പറഞ്ഞതുപോലെ നുണ പറയും. എല്ലാവരുടെ മുന്നിലും നുണ പറയാൻ മടിയില്ലാത്തവൻ അല്ലാഹുവിന്റെ മുന്നിലും പറഞ്ഞേക്കും. അതുകൊണ്ട് യാഥാർത്ഥ്യം പറയട്ടെ, കൈകൾ സംസാരിക്കുന്നു, കാലുകൾ സംസാരിക്കുന്നു. കാലുകൾ സാക്ഷ്യപ്പെടുത്തേണ്ടിടത്ത് കാല് സാക്ഷ്യപ്പെടുത്തുന്നു. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായി വാക്കുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെടുമ്പോ മനുഷ്യന്റെ സംസാരത്തിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് സംവദിക്കുന്നത് നമ്മൾ നല്ലോണം ആലോചിക്കണം. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് രഹസ്യമായും പരസ്യമായുമുള്ള ജീവിതത്തിൽ അല്ലാഹു അറിയില്ലെന്നൊരു ബോധമാണ് മനുഷ്യനെ ഈ തരത്തിലേക്ക് എത്തിച്ചത്. ഖുർആനിൽ പറയുന്നുണ്ട്, അന്നത്തെ കാലത്ത് അവയവങ്ങളൊക്കെ പറയും, വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വഅബ്സാറുക്കും വജുലൂദുക്കും വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരുന്നു, നിങ്ങൾ ചെയ്യുന്ന പലതും അല്ലാഹു അറിയൂല. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കുണ്ടായിരുന്നു. അതൊന്നും പടച്ചോൻ കാണൂല, പടച്ചോൻ അറിയൂല. അങ്ങനെ ചെയ്തു കൂട്ടിയതാണ് പലതും. അതെല്ലാം ഇപ്പോൾ പുറത്തു വന്നു.
വിശ്വാസ രംഗത്ത് വൈകല്യം ബാധിച്ച ആളുകൾ അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് ഇത് വിളിച്ചു പറയുമ്പോ വിശ്വാസികളായ ദോഷികളുടെ അവസ്ഥ എന്താണ് ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം.